വളരെ പഴയ കാലത്ത് തമിഴ് സംഗീതത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ സംഗീതത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു സംഗീതോപകരണമാണ് യാഴ് എന്ന സംഗീതോപകരണം. മകരയാഴ്, ശങ്കുട്ടിയാഴ് തുടങ്ങിയിട്ടുള്ള മത്സ്യയാഴ് തുടങ്ങിയിട്ടുള്ള ധാരാളം യാഴുകൾ നമ്മൾ സംഗീത ശാസ്ത്രത്തിൽ പരിചയപ്പെടുന്നുണ്ട്. ഇന്ന് നമ്മൾ ആ സംഗീതോപകരണത്തെ കാണാനേ ഇല്ല. പക്ഷേ വെസ്റ്റേണിലാണ് നമ്മൾ നോക്കിയാൽ ഹാർപ്പ് എന്ന സംഗീതോപകരണം ഒരു പക്ഷേ യാഴിന് സമാനമായിട്ടുള്ള ആകൃതിയോട് കൂടിയിട്ട് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ആ യാഴിൽ അക്കാലത്ത് ഏറ്റവും പ്രധാനമായിട്ട് യാഴ് ചേർത്തിരുന്നത് ഹരികാംബോജി എന്ന രാഗത്തിലാണെന്നാണ് നമ്മളിന്ന് അറിയുന്നത്. ആ ഹരികാംബോജി രാഗം കർണാടക സംഗീതത്തിലെ ഒരു മഹത്തായിട്ടുള്ള രാഗം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ജന്യമായിട്ടുള്ള ഭാഷാംഗരാഗമായിട്ടുള്ള കാംബോജി ഒരു പക്ഷേ ഹരികാംബോജിയേക്കാൾ പ്രാധാന്യത്തോടു കൂടിയിട്ട് നമ്മുടെ സംഗീതത്തിൽ ഒരു മേജർ രാഗം എന്ന നിലയിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ കാംബോജി രാഗത്തിന് ആ പേര് വന്നത് എങ്ങനെ എന്ന് ഒരു പക്ഷേ പലർക്കും അറിയാനിടയില്ല, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു ഊഹം പറയുന്നത് ഇന്നത്തെ കംബോഡിയ, ആ രാജ്യത്തിന് പണ്ട് നമ്മുടെ ഭാരതത്തിൽ അല്ലെങ്കിൽ പഴയ കാലത്ത് കാംബോജ ദേശം എന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ആ കംബോഡിയയിൽ നിന്നാകാം നമ്മുടെ ഈ കാംബോജി എന്ന രാഗം ഇങ്ങോട്ട് കടന്നു വന്നത് എന്നൊരു സങ്കല്പം പറയുന്നുണ്ട്. കാരണം നമ്മുടെ തമിഴ് സംഗീതത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഒരു രാജാവാണ് അവിടെ കംബോഡിയയിൽ ഇന്നും നമ്മൾ കാണുന്ന അങ്കോർ വാറ്റ് എന്ന ക്ഷേത്രത്തിൻ്റെ സ്ഥാപകൻ. അപ്പോൾ അന്ന് തന്നെ തമിഴ് സംസ്കാരമായിട്ട് ആ രാജ്യത്തിന് ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ രാഗം വന്ന വഴി ഒരുപക്ഷെ അതായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും.